ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആണ് നോക്കുന്നത്. യൂണിറ്റ് 1 ദ സീഡ് ഓഫ് ട്രൂത്ത്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്, ദ വറി എന്നുള്ള പാട്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വിദ്യാധര was the king of Gandhara. He was a just and wise king. വിദ്യാധര was the king of ഗാന്ധാര. ഗാന്ധാര രാജ്യത്തെ രാജാവായിരുന്നു വിദ്യാധര. He was a just and wise king. അദ്ദേഹം എങ്ങനെയുള്ള രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. He was a just, നീതിമാനും, and wise, ബുദ്ധിശാലിയുമായ ഒരു രാജാവായിരുന്നു വിദ്യാധര. The king was fond of gardening. രാജാവിന് ഇഷ്ടപ്പെട്ട വിനോദം, ഫോണ്ട് ഓഫ്, പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യമായിരുന്നു ഗാർഡനിങ്. ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പൂന്തോട്ട നിർമ്മാണം, പൂന്തോട്ട കൃഷി. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. He spent, അദ്ദേഹം ചെലവഴിച്ചിരുന്നു എന്ത്? a lot of time, ധാരാളം സമയം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? tending his garden. tending എന്ന് പറഞ്ഞാൽ എന്താ? പരിപാലിക്കുക. എന്താ? garden. tending his garden. അദ്ദേഹത്തിന്റെ പൂന്തോട്ട പരിപാലനത്തിനായി അദ്ദേഹം ധാരാളം സമയം ചെലവഴിച്ചിരുന്നു. പിന്നെ എന്തൊക്കെയാ ചെയ്തിരുന്നത്? പ്ലാന്റിംഗ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ഫ്രൂട്ട് ട്രീസ്, വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ്. അതായത് നല്ല തരത്തിലുള്ള ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ഏറ്റവും മികച്ച ചെടികൾ നടാൻ. പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്ലാന്റിംഗ്, നടുന്നതിനും. മികച്ച ചെടികൾ മാത്രമല്ല, ഫലവൃക്ഷങ്ങൾ, ഫ്രൂട്ട് ട്രീസ്, വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ്. ഫലവൃക്ഷങ്ങളും ഏറ്റവും മികച്ച തരത്തിലുള്ള ചെടികളും, വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ്, പച്ചക്കറികളും മറ്റു വിളകളും ഒക്കെ നടുന്നതിനായിട്ടും പൂന്തോട്ടം പരിപാലിക്കുന്നതിനും അദ്ദേഹം ധാരാളം സമയം ചെലവഴിച്ചിരുന്നു. നെക്സ്റ്റ് സെന്റൻസ്, ഹിസ് പീപ്പിൾ were very happy. അദ്ദേഹത്തിന്റെ ജനങ്ങൾ, ഹിസ് പീപ്പിൾ were very happy. എങ്ങനെയായിരുന്നു? വളരെ സന്തോഷവാന്മാരായിരുന്നു. The king did not have children. The king did not have children. രാജാവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. did not have children. കുട്ടികൾ ഉണ്ടായിരുന്നില്ല. As the king grew older, everyone got more and more worried. As the king grew older, രാജാവിന് വയസ്സാവും തോറും, grew older, പ്രായം ചെല്ലും തോറും, everyone got more and more worried. എല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു, ആകുലപ്പെട്ടുകൊണ്ടിരുന്നു. എന്തിന്? because the king have no children. Who would take over the kingdom after him? അപ്പൊ എന്തായിരുന്നു അവരുടെ വിഷമം? എന്തായിരുന്നു അവരുടെ worry? Who would take over the kingdom after him? ആര് take over the kingdom after him? after him, രാജാവിന് ശേഷം കിങ്ഡം, രാജ്യം ആര് ഭരിക്കും എന്നാലോചിച്ചിട്ടായിരുന്നു എല്ലാവരും വിഷമിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? എന്തായിരുന്നു അപ്പൊ ജനങ്ങളുടെ ആകുലത? എന്തായിരുന്നു? Who would take over the kingdom after വിദ്യാധര? വിദ്യാധര മഹാരാജാവിന് ശേഷം ആരായിരിക്കും രാജ്യം ഭരിക്കുക എന്നതായിരുന്നു എല്ലാവരുടെയും ആശങ്ക. ആ ഹെഡിങ്, വറി എന്നുള്ള ഹെഡിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. വിദ്യാധര was the king of Gandhara. He was a just and wise king. The king was fond of gardening. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. His people were very happy. The king did not have children. As the king grew older, everyone got more and more worried.
who would take over the kingdom after him. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. എ പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ്, വിളംബരം. പണ്ട് കാലത്ത് രാജാക്കന്മാരെ ജനങ്ങളെ അവരുടെ മെസ്സേജസ് അറിയിച്ചുകൊണ്ടിരുന്നത് വിളംബരം വഴിയാണ്. ഒരു ഡ്രമ്മ് പോലെയുള്ള ഒരു ഇത് കൊട്ടി പ്രജകളെ അവരുടെ വിവരങ്ങള് അറിയിച്ചിരുന്നു. എ പ്രൊക്ലമേഷൻ. ടു ഫൈൻഡ് എ സക്സസർ, the king thought of an idea. To find a successor. Find, കണ്ടുപിടിക്കാൻ. ആരനെ? എ സക്സസർ. സക്സസർ എന്ന് പറഞ്ഞാൽ എന്താ? അനന്തരാവകാശി, രാജാവിന്റെ പിന്തുടർച്ചാവകാശിയെ കണ്ടുപിടിക്കാൻ. The king thought of an idea. രാജാവ് ഒരു സൂത്രം ചിന്തിച്ചെടുത്തു. To find a successor, the king thought of an idea. He decided, I will distribute some seeds to all the children in the country. I will distribute. ഞാൻ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യും. എന്ത്? സം സീഡ്സ്. എന്താണ് സീഡ്സ് എന്ന് പറയുന്നത്? എന്താ? വിത്ത്, കുറച്ച് വിത്തുകൾ. ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും. ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യും? കുറച്ച് വിത്തുകൾ ഞാൻ വിതരണം ചെയ്യും. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ദ ചൈൽഡ് ഹു ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് healthiest plant will become the prince or the princess. The child who grows. ഏതു കുട്ടിയാണോ വളർത്തുന്നത്? എന്ത്? the biggest healthiest plant. വലുതും ആരോഗ്യമുള്ളതുമായ ചെടികൾ വളർത്തിയെടുക്കുന്ന കുട്ടി ആരാണോ അവരായിരിക്കും will become the prince or the princess. രാജാവോ രാജകുമാരനോ രാജകുമാരിയോ ആകുന്നത്. പ്രിൻസ്, രാജകുമാരൻ. പ്രിൻസസ്, രാജകുമാരി. രാജകുമാരനോ പ്രിൻസ് ഓർ പ്രിൻസസ് ആവുന്നത് ആരായിരിക്കും? ആരാണോ ഈ ചെടി വിത്ത് കൊടുത്ത് അത് വളർത്തി നല്ല ഹെൽത്തിയസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് പ്ലാന്റ്സ് ആക്കി വളർത്തുന്നത് അവരായിരിക്കും. they will be the next prince or the princess. They can take 3 months for it. ഇതിനൊരു കാലയളവ് കൊടുത്തിട്ടുണ്ട് ഈ ചെടി വളർത്തിയെടുക്കാൻ. 3 months. They can take 3 months for it. 3 മാസം എടുക്കാം അവർക്ക് എന്തിനു വേണ്ടിയിട്ട്? ഈ ചെടി വളർത്തിയെടുക്കാൻ. The king ordered his minister to give a proclamation. രാജാവ് ordered, ആജ്ഞാപിച്ചു. His minister, അദ്ദേഹത്തിന്റെ മന്ത്രിയോട്. To give a proclamation. ഒരു വിളംബരം രാജ്യത്ത് അറിയിക്കാൻ. എന്തായിരുന്നു വിളംബരം? What is the proclamation? That the king will distribute some seeds to all the children in the country. The child who grows the biggest and the healthiest plant will be the next king or the prince or the princess. The child who grows the biggest and healthiest plant will become the prince or the princess. They can take 3 months for it. അവർക്ക് അതിനു വേണ്ടിയിട്ട് 3 മാസത്തെ സമയം എടുക്കാം. അപ്പൊ ഒന്നുകൂടി വായിക്കാം. എ പ്രൊക്ലമേഷൻ. To find a successor, the king thought of an idea. He decided, I will distribute some seeds to all the children in the country. The child who grows the biggest, healthiest plant will become the prince or the princess. They can take 3 months for it. The king ordered his minister to give a proclamation.